നിന്റെ സ്റ്റോറിയില് പോളിനകത്ത് ഞാൻ ഓട്ട് ഓക്കെ, അതെനിക്ക് പേടി ഉണ്ടായതുകൊണ്ടെന്നല്ല, അതെന്റെ ഇഷ്ടം. എന്ത് പോളിൽ യെസോർണോയിൽ എന്ത് ഇടണം എന്റെ ഇഷ്ടം. ഓക്കെ, പിന്നെ നീ പറഞ്ഞു ഞാൻ പൈസ വാങ്ങി എന്നുള്ളത്, അതെന്റെ കൂട്ടുകാരന്റെ കഴിവ് കൊണ്ട് തന്നെയാണ്. എന്റെ കൂട്ടുകാരൻ എന്നെ കൊണ്ട് പറഞ്ഞ് ചോദിപ്പിച്ചതൊക്കെ തന്നെയാണ് കേട്ടോ. ഓക്കെ, പിന്നെ നീ ചാറ്റ് ഇടാവുന്നത് നിനക്ക് എത്ര വേണേലും നിനക്ക് ചാറ്റ് ഇടാനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ മോളുടെ കുറെ കാര്യങ്ങളെല്ലാം ഉണ്ട്, അത് കിട്ടെങ്കില് പിന്നെ വീട്ടുകാരത് ചോദിക്കാനൊന്നുമില്ലല്ലോ. പറഞ്ഞ പോലെ എല്ലാരെയും വിട്ട് മാറി നിൽക്കാണല്ലോ സിസ്റ്റേഴ്സ് രണ്ടാളും കൂടി. ഓക്കെ, ആണുങ്ങളെല്ലാരും രക്ഷപ്പെട്ടു, അത്ര എനിക്ക് പറയാനുണ്ട്. നിന്റെ ഈ ലാസ്റ്റത്തെ ഒരു എന്നുള്ള സംഭവമില്ലേ, അത് എന്തിന്റെയാന്ന് എനിക്ക് മനസ്സിലാവും. പിന്നെ നിന്റെ വീഡിയോനകത്ത് ഞാൻ കമന്റ് ഇടുമ്പോ നീ കമന്റ് ഡിലീറ്റ് ആക്കുന്നു. നീയും പറഞ്ഞു സഫയുടെ കമന്റ് ഇട്ടെങ്കിൽ വാനിഷ് മോഡാണെന്ന്. അപ്പൊ നിന്റെ എന്ത് മോഡാണ് മോളെ? 2 കമന്റ് ഇട്ട് 2 കാണാനില്ല. ഞാൻ ഇപ്പോഴും 2 കമന്റ് ഇട്ടിട്ട് ഇനിയിപ്പോ അതുണ്ടോ വാനിഷ് മോഡിൽ പോയോന്ന് എനിക്ക് അറിയത്തില്ല. നോക്കട്ടെ. അപ്പൊ മോള് പേടിച്ചിട്ടാണോ വാനിഷ് മോഡ് ഓണാക്കുന്നത്? സഫയുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ളൊരു വീഡിയോ ആയിട്ട് വരാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് ഇതേ കണക്കുണ്ടെങ്കിൽ ഫസ്മിന് ഒരു ചാറ്റൊക്കെ വെളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്കുണ്ടെങ്കിൽ സഫയുണ്ടെങ്കിൽ ആൾക്കാരുടെ അടുത്ത് പണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ഇടുന്നുണ്ട്. ഇതേ കണക്കുള്ള ആളാണ് സഫ എന്നൊക്കെ പറഞ്ഞായിരുന്നു വിട്ടിരുന്നത്. അതിനൊരു മറുപടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇങ്ങനെ. സോ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഇതാണിപ്പോൾ ഭയങ്കര വൈറലായിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. ഇതേ കണക്കുണ്ടെങ്കിൽ ഫസ്മിന് ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഇടും, അതിനുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് സഫ എന്തെങ്കിലും വീഡിയോ ഇടും. അതിൻ്റെ ഇടയിൽ കിടന്ന് മെഗുന് വേറെ എന്തെങ്കിലും പറയും. ഇതേ കണക്ക് കുറേ നാൾ ഇതിനെപ്പറ്റിയായിരിക്കും സംസാരം പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. ഇതുണ്ടെങ്കിൽ ആൾക്കാർ മറക്കാൻ പോലും ടൈം കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ആൾക്കാർ സംസാരമാണ്. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഫാമിലി റിലേഷൻ അവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം തന്നെയാണ്. ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. ഇനി തുടക്കമിട്ടത് മെഗനുമാണ്. സോ അവന് വിഷമം വന്ന് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ എക്സ്പ്ലെയിനായിട്ട് സഫയും വന്ന് അത് ഇതേ കണക്കുണ്ടെങ്കിൽ മെഗനുവിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ കണക്ക് ഫസ്മിനെ ഒരു വീഡിയോ ഇട്ടു. ഇപ്പോൾ അതിന് മറുപടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇതേ കണക്കുണ്ടെങ്കിൽ സഫയും വീഡിയോ ഇട്ടേക്കുന്നത്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും. ഇതിനൊരു മറുപടി എന്നുള്ള രീതിയിൽ ഇനി ഫസ്മിനൊരു വീഡിയോ വരുന്നവരെ കാത്തിരിക്കേണ്ടി വരും.